കേരളത്തിൽ പാർട്ടിക്ക് അടിമുടി പാളി എന്ന് തുറന്ന് സംബന്ധിച്ച CPM ജനറൽ സെക്രട്ടറി MA ബേബി പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തിൽ പിഴവുകൾ ഉണ്ടായി. ജനങ്ങളോട് വിനയം, ക്ഷമാപൂർവം കേൾക്കുക, കൃത്യമായി മറുപടി നൽകുക എന്നതിലെല്ലാം വീഴ്ച സംഭവിച്ചു. ഇത് അടിമുടി തിരുത്തണമെന്നതാണ് CC അംഗീകരിച്ച രേഖകളിലൊന്നെന്ന് MA ബേബി ഡൽഹിയിൽ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. എല്ലാ നിലവാരത്തിലും പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ ചില തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തേണ്ടതാണ് എന്നത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച രേഖയിലെ ഒരു വീക്ഷണമാണ്. അത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പോലെ ഏതെങ്കിലും ചിലരെ ഉദ്ദേശിച്ചല്ല. പാർട്ടിയിൽ പൊതുവിൽ എല്ലാ തലത്തിലും ജനങ്ങളോട് പെരുമാറുമ്പോൾ പുലർത്തേണ്ട വിനയം, അവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ, അവർ പറയുന്നത് കേട്ടതിന് ശേഷം ക്ഷമാപൂർവ്വം മറുപടി പറയാനുള്ള ജനാധിപത്യ മര്യാദ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ ഉൾപ്പെടെ പലർക്കും ചില സമയങ്ങളിൽ പോരായ്മകൾ പറ്റാറുണ്ട്. ആ പോരായ്മകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടിയിൽ അടിമുടി ഉണ്ടാവണം എന്നാണ് ഈ രേഖ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്ക് അടിമുടി തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തിൽ പിഴവുകൾ ഉണ്ടായി. ജനങ്ങളോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു, വിനയമില്ല, ക്ഷമാപൂർവം അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സുപോലുമില്ല, കൃത്യമായി മറുപടി നൽകുക എന്നതിൽ വീഴ്ചകൾ സംഭവിച്ചു. ഇത് കൃത്യമായി വിലയിരുത്തുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടിക്ക് അടിമുടി ഉണ്ടായ ഇത്തരം തെറ്റുകൾ കാരണമാണ് പാർട്ടിയെ ജനങ്ങൾ തൂത്തെറിഞ്ഞത് എന്നുള്ളത് കൃത്യമായ ഒരു വിലയിരുത്തൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടത്തിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വിശാലമായ വിലയിരുത്തൽ നടത്താൻ സംസ്ഥാന തലത്തിൽ കമ്മിറ്റി ചേരാനും പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. MA ബേബിയുടെ വാക്കുകളിൽ കൃത്യമാണ് കാര്യങ്ങൾ. അദ്ദേഹം ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട നേതാക്കളെ ഉദ്ദേശിച്ചാണ് ഈ പരാമർശങ്ങൾ എന്ന് വ്യക്തമാണ്. കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് ആദർശ്? വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി, ആ വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ നേതൃമാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നാൽ ഒരുപക്ഷെ CPM അക്കാര്യവും പരിഗണിക്കുമെന്നാണ് MA ബേബിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിനോദ് പറഞ്ഞതുപോലെ തന്നെയാണ്, അടിമുടി പാർട്ടിക്ക് പാളിച്ച പറ്റി എന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർക്ക് പിഴവുകൾ പറ്റിയിരിക്കാം. ആ പിഴവുകളൊക്കെ സ്വയം വിമർശനാത്മകമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വിശാല സംസ്ഥാന സമിതിയിൽ നടക്കാൻ പോകുന്ന ചർച്ചകളുടെ കേന്ദ്രബിന്ദു എന്നാണ് ഇപ്പോൾ MA ബേബിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ചേർന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ അവർ കേരളത്തിലുണ്ടായ കനത്ത പരാജയത്തിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുകയായിരുന്നു. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാക്കളടക്കമുള്ളവർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നത് തന്നെയാണ് ഈ പരാജയത്തിന് കാരണമായി പാർട്ടി നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPMൻ്റെ നിലപാട്, അതുമല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് MA ബേബി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് ഒരു പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അടിമുടി പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തൽ നടപടികളിലേക്ക് കടക്കും. അതുതന്നെയാണ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച തിരുത്തൽ രേഖയും. ആ തിരുത്തൽ രേഖയിൽ പറയുന്നത് പോലെ CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന ഘടകത്തിൽ ഈ ജനങ്ങളുമായി ബന്ധമില്ലാത്ത, അതുമല്ലെങ്കിൽ ജനങ്ങളോട് ഒത്തുപോകാത്ത, ധാർഷ്ട്യം പുലർത്തുന്ന, ശൈലി മാറ്റാൻ ഇനിയും തയ്യാറാകാത്ത നേതാക്കൾ, അങ്ങനെയുള്ള നേതാക്കളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനം ഒരുപക്ഷെ CPM എടുത്തേക്കാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിഴവ് പറ്റി എന്ന കാര്യം അവർ അംഗീകരിച്ചിരിക്കുന്നു. ഇനി വേണ്ടത് തിരുത്തൽ നടപടികളാണ്. അതിനായി തന്നെയാണ് അവർ തിരുത്തൽ രേഖ തയ്യാറാക്കിയത്. ആ തിരുത്തൽ രേഖ അനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക എന്നതായിരിക്കും ഇനി കേരളത്തിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയിലെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. വിനോദ്.